കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം തകർന്നു വീണ ഒരാൾ മരിച്ചു. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. തെരച്ചിലിനിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ബിന്ദുവിനെ കണ്ടെത്തിയത്. രാവിലെ 10:30ഓടെയാണ് അപകടമുണ്ടായത്. ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിലെ 14-ാം വാർഡിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ബിന്ദുവിന്റെ സംസ്കാരം നാളെ 10 മണിക്ക് നടക്കും. അതേസമയം അപകടത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജിലെത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവലോകന യോഗം ചേർന്നു. മന്ത്രിമാരായ വി.എൻ. വാസവനും വീണ ജോർജും യോഗത്തിൽ പങ്കെടുത്തു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കളക്ടറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സനോജ് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാവിലെ 10 മണിക്ക് ശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഒരു ഭാഗം തകർന്ന് താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായത്. ആദ്യഘട്ടത്തിൽ 2 പേർക്ക് പരിക്കുപറ്റിയെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്നാൽ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഒരാൾ മരണപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്ത പുറത്തു വരുന്നത്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജും വി.എം. വാസവനും മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് മേധാവികളും ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയുമായിരുന്നു. 4 ഭാഗവും വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ണുമാന്തി യന്ത്രം വളരെ ശ്രമകരമായിട്ടാണ് മെഡിക്കൽ കോളേജിനുള്ളിലൂടെ മെഡിക്കൽ കോളേജിലെ ചില ഭാഗങ്ങൾ തടസ്സങ്ങളായി നിന്ന ചില ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് മണ്ണുമാന്തി യന്ത്രം സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചത്. അങ്ങനെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. രക്ഷാപ്രവർത്തനത്തിന് മന്ത്രിമാരായിട്ടുള്ള വി.എം. വാസവനും വീണ ജോർജും ഇടപെട്ടുകൊണ്ട് നേരിട്ടുള്ള ഇടപെടൽ നടത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീട് വൈകുന്നേരം മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പുതിയതായി പണി കഴിച്ച കെട്ടിടത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സന്ദർശിക്കുകയും അവിടേക്ക് അടിയന്തര സാഹചര്യത്തിൽ നിലവിലത്തെ കെട്ടിടത്തിലുള്ള രോഗികളെ മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു. കഴിഞ്ഞ 30-ാം തീയതി ഈ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലെ രോഗികളെ മാറ്റണമെന്നുള്ള ഒരു നിർദ്ദേശവും തീരുമാനവും നടപ്പാക്കിയിരുന്നു. എന്നാൽ ആ തീരുമാനം നടപ്പാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നോ എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണവും പരിശോധനയും ഉണ്ടാകുമെന്ന് മന്ത്രിമാരായിട്ടുള്ള വി.എം. വാസുവിനും വീണ ജോർജും വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. നിർഭാഗ്യകരമാണ്. നമുക്കെല്ലാം വിഷമവും വേദനയും എല്ലാം ഉണ്ട്. ഇനി അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് നമ്മൾ വീണ്ടും ശ്രമിക്കുക. അതുകൊണ്ടാണ് അടിയന്തരമായി ഇപ്പോൾ കൂടി പ്ലാൻ ചെയ്ത് അവിടെ 6 വാർഡുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 360 ബെഡുണ്ട്. ആ 360 ബെഡിലെ പേഷ്യൻസിനെയും ഇപ്പോൾ ഈ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ച് നാളെ രാവിലെ തൊട്ട് മാറ്റി അവരെ സേഫാക്കും. ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പിന്നെ മുഴുവനാണ്. അപ്പോൾ മുഴുവൻ ഇങ്ങോട്ട് മാറ്റിയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 42ഓളം IC ബെഡുമുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്നൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ അടിയന്തരമായി തന്നെ ചെയ്യുകയാണ്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. ഈ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിൻ്റെ ആദ്യത്തെ ബ്ലോക്കാണ് ഇത്. അപ്പോൾ ഇതിൽ കാലപ്പഴക്കം കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2013-12 കാലം മുതൽ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അതിനൊരു ഫണ്ട് വെച്ചിരുന്നില്ല. ഈ ഒരു ബിൽഡിങ് ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ടോ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അതിൻ്റെ ഫണ്ട് വെച്ചിരുന്നില്ല. 2016-ൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ചുമതല ഏൽക്കുമ്പോഴാണ് ഈ ഒരു മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ചും ഈ ഒരു കെട്ടിടം അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടത്തിയത്. ഇന്നത്തെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലാ കളക്ടറോട് ഇത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ ഈ വിഷയത്തെ ഗൗരവമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തിയിരുന്നു. പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലാണ് മുഖ്യമന്ത്രി എത്തിച്ചേർന്നത്. വൈകിട്ടെത്തിയ മുഖ്യമന്ത്രി മന്ത്രിമാരിൽ നിന്നും ഒപ്പം തന്നെ പ്രിൻസിപ്പൽ ഒപ്പം തന്നെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി 10 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. ഗൗരവമായി ഈ വിഷയത്തെ നോക്കിക്കാണുകയും അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയുമാണ് സർക്കാർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ തന്നെ അന്വേഷണം ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തു. ആദ്യം ഇവിടെ വന്നിട്ട് ഇവിടെ പ്രാഥമികമായി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. പിന്നെ ഇവിടുത്തെ ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനോട് മെഡിക്കൽ കോളേജിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. കെട്ടിടം തകർന്ന ഒരു വിഷയമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. ഒരു വാർഡിൻ്റെ എൻഡിൽ സംഭവിച്ച ഒരു സ്ലിപ്പാണ്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശദമായി എനിക്ക് പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ മറുപടി പറയാനായിട്ട് പറ്റുള്ളൂ. നാളെ രാവിലെ തന്നെ വന്നിട്ട് അന്വേഷണം ആരംഭിക്കും.
മരിച്ച ബിന്ദുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയാക്കിയിരുന്നു. വൈകുന്നേരത്തോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയത്. ഇതിനുശേഷം മൃതദേഹം ബന്ധുമിത്രാദികൾക്ക് വിട്ടു നൽകി. ഇന്ന് രാത്രിയിൽ ഈ മൃതദേഹം മുട്ടുചിറയിലുള്ള സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിക്കുക. നാളെ രാവിലെ 10 മണിയോടുകൂടി സംസ്കാരം നടക്കുമെന്നാണ് വീട്ടുകാർ അറിയിച്ചിട്ടുള്ളത്.